milk or sugar? It's only It's okay, it's okay, okay, it's okay. It's okay. Perfect. Thank you so much. ഇന്നത്തെ ലഞ്ചാണ് കേട്ടോ. യോഗേർട്ട്, ഐസ്ക്രീം, അതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. 7 days. മിലിറ്ററി വണ്ടി പോലത്തെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ എന്താ? ഇനി പൊസ്നാനിലേക്ക് 226 കിലോമീറ്ററും കൂടെ. 226. ഇന്നൊരു 10-30 കിലോമീറ്ററും കൂടി പോയാൽ പിന്നൊരു 190 കിലോമീറ്ററും കൂടെ ഉണ്ടാവുള്ളൂ 2 ദിവസം കൊണ്ട്. ഒറ്റ ദിവസം കൊണ്ട് നടക്കില്ല. അല്ല, തിരക്ക് പിടിച്ച് അവിടെ പോകേണ്ട ആവശ്യമില്ലല്ലോ. പൊസ്നാൻ പോകുന്ന വഴിക്കുള്ളൊരു ടൗണാണ്. ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് പോവാട്ടോ. റോഡ് ഡേഞ്ചറാണ്, വീതിയില്ല, അതാ പ്രശ്നം. ഇവിടെ സൈക്കിൾ ആ ട്രാക്കിലൂടെ പോകുമ്പോൾ ഭയങ്കര സ്ലോ ആയി പോകും. നോക്കാം, കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല ട്രാക്ക് കിട്ടുമായിരിക്കും. ഇത്ര ഗ്യാപ്പുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില സ്ഥലത്ത് ഈ ഗ്യാപ്പില്ല, അതാ പ്രശ്നം സൈക്കിൾ ഓടിക്കാനുള്ള. ഓക്കേ, മൊത്തം പുല്ല് കട്ട് ചെയ്യണോ, എന്തോ ഒരു പരിപാടിയാണ്. കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തിട്ട് അതൊക്കെ സൈഡിലേക്ക് ആക്കിയിടുക. ഇനി വേറൊരു സാധനം അതുമേലെ ഫിറ്റ് ചെയ്യും. എന്നിട്ട് ഈ പുല്ലൊക്കെ വന്നിട്ട് കോരി അങ്ങോട്ട് എടുക്കും. ഒരൊറ്റ ആൾ മതി ഇത്രയും വലിയൊരു സ്ഥലത്തിന്. എത്ര ഏക്കർ കണക്കിന് കൃഷി വേണമെങ്കിലും ചെയ്യാം, നല്ല മെഷീനറീസ് ഉണ്ടെങ്കിൽ. മിലിറ്ററി വണ്ടി പോലത്തെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ എന്താ? എന്താന്ന് മനസ്സിലാവുന്നില്ല. പല മെഷീനറീസും കാണുന്നുണ്ട്, ഇതുവരെ കാണാത്ത ടൈപ്പ്. ഇവിടുത്തെ യൂറോപ്പിലെ കൃഷി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അഡ്വാൻസ്ഡ് ആണ്. അഡ്വാൻസ് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നനയ്ക്കുന്നതൊന്നും കാണാനില്ല. ഇതൊക്കെ അവർ മണ്ണിൻ്റെ അടിയിലൂടെ ഇറിഗേഷനൊക്കെ നടത്തുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു നനയ്ക്കുന്ന പൈപ്പോ ഒരു സാധനവും കാണാനില്ല. ഇത് നോക്ക്, ഇത്രയും ഏരിയയിൽ എന്താ കൃഷി ചെയ്യുന്നുണ്ട്? എനിക്ക് തോന്നുന്നത് ക്യാബേജോ മത്തനോ എന്തോ ആണ്. പക്ഷേ നനയ്ക്കാനുള്ള ഒരു സംവിധാനവും പുറത്ത് കാണാനില്ല. ഒക്കെ മണ്ണിൻ്റെ അടിയിലൂടെയാണ് തോന്നുന്നു. ആദ്യം മണ്ണെടുത്ത് അതിൻ്റെ അടിയിൽ പൈപ്പിട്ട് അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ പരിപാടികളാണ്. ഒരു കനാലോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. എല്ലായിടത്തും കൃഷിയാണ്, പക്ഷേ നനയ്ക്കുന്ന സെറ്റപ്പ് മാത്രം കാണുന്നില്ല. ഇന്നത്തെ ലഞ്ചാണ് കേട്ടോ. യോഗേർട്ട്, ഐസ്ക്രീം, അതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. 7 days. ഇപ്പോൾ ഇതാ ഇവിടെയാണുള്ളത്. ഡിനോ നല്ല സാധനമാണ്. സ്ട്രോബെറിയുടെ ഫ്ലേവറുള്ള പോയി. ഇത് കണ്ടോ, നല്ല
കാന്താരി മുളകാന്ന് തോന്നുന്നു. നല്ല ഒറിജിനൽ കാന്താരി മുളകാണ്. ചെറിയ ചട്ടിയിൽ ഉണ്ടായതാണ്. ചട്ടിയോടൊക്കെ വിൽക്കാനുള്ളതാണ്. ആയിരിക്കും വേണോ? അടിപൊളിയല്ലേ? ഒന്ന് പൊട്ടിച്ച് വായിലിട്ടോക്കട്ടെ, എരിവുണ്ടോ എന്നുള്ളത്. നല്ല എരിവുണ്ടാവാൻ മതി. ഒന്ന് പൊട്ടിച്ച് വായിലിട്ട് നോക്കിയാലോ? ഒന്ന് പൊട്ടിച്ച് വായിലിട്ട് നോക്കാം. ഇതാണ്. ഒന്ന് വായിലിട്ട് നോക്കട്ടെ. എരിവ് കുറവാ. ക്യാപ്സിക്കം പോലെ ഉണ്ട്. ഉള്ളിലേക്ക് എരിവുണ്ട് കേട്ടാ. ഉള്ളിലേക്ക് നല്ല എരിവുണ്ട്. ആദ്യം എരിവില്ലായിരുന്നു, പിന്നെ നല്ല എരിവുണ്ട്. ഞാൻ വേറെ 2 സാധനം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് വാങ്ങിച്ചത്. വാട്ടർമെലൻ്റെ ടേസ്റ്റാണ് വെള്ളത്തിന്. ജ്യൂസാണ് വാട്ടർമെലൺ ആൻഡ് സ്ട്രോബെറി. നല്ല രസമായി വെള്ളം, എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് തൽക്കാലം 2 വാങ്ങിച്ചു. കീപ് ഹൈഡ്രേറ്റ്. ഇന്നൊരു 20 കിലോമീറ്ററും കൂടി പോയിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പം വാർസോന്ന് ഏകദേശം ഒരു 140 കിലോമീറ്റർ ദൂരമുള്ളൊരു സ്ഥലമാണിത്. സ്ഥലത്തിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, കറക്റ്റ് അറിയില്ല. 140 കിലോമീറ്ററായി വാർസോ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട്. ഇവിടുന്ന് ഇനി ഒരു 190 കിലോമീറ്ററും കൂടി പോയാൽ പൊസ്നാനെത്തും. നാളെ മറ്റന്നാളായിട്ട് എത്താം. പിന്നെ ഇന്ന് ഇപ്പോൾ തൽക്കാലം ടെൻ്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ്. അറിയില്ല സേഫാണോ, ഇനി ആരെയും വന്ന് എഴുന്നേൽപ്പിക്കുമെന്നൊന്നും അറിയില്ല. ഒരു പബ്ലിക് പ്ലേസ് ആണ്, ഞാൻ കാണിച്ചു തരാം. ഇത് ഹൈവേ മീൻസ് വലിയ ഹൈവേ അല്ല. ഇതാണ് റോഡ്, ഞാൻ ട്രാവൽ ചെയ്യുന്ന റോഡ് ഇതാണ്. പൊസ്നാനിലേക്കുള്ള റോഡ് ഇതാണ്. അപ്പം ഇവിടെ ചുറ്റും ഒരു ഒഴിഞ്ഞ ഏരിയയാണ്. പക്ഷെ ഇവിടെ 2-3 വീടുകളുണ്ട്. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഈ വീടിന് അപ്പുറത്തും ഗേറ്റ് ഉണ്ട്. അവർ അപ്പുറത്തെ ഗേറ്റാണ് യൂസ് ചെയ്യുക, ഈ സൈഡിലെ ഗേറ്റ് യൂസ് ചെയ്യാറില്ല. അപ്പം ഞാനിതാ ഇവിടെ ടെൻ്റ് അടിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് ടെൻ്റ് അടിക്കാം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ ഓക്കെ അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും വരില്ലായിരിക്കും. രാത്രിയായിട്ട് ഇരുടായിട്ട് ഇവിടെ ടെൻ്റ് അടിക്കാം. ഞാനിവിടെ ബൈക്ക് വെച്ച് ഇവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ തൊട്ടടുത്ത വീട്ടിലുള്ള ആൾ വന്നിട്ടുണ്ട്. ഹായ്, യുവർ ഗുഡ് നെയിം? Robert. Yeah, my name Faiz. Okay, nice to meet you. Thanks a lot for your support. I love the way you travel on your bike all the way, 1 year, all the way to England. It's very nice. Thank you so much. You are retired, right? I'm living here in Poland. I'm Dutch. Dutch, oh, okay. I'm married with a Polish woman. Okay. And that's my dog. Okay. You also cycling? You did cycling before? Yes, I'm 74 years old. 74 years old. Yes. Did you do cycle before? Cycling before? I was a cyclist. Yes, I was racing cyclist. Racing cycle. Yeah, Oh, I that's was nice. always number 1. That's great. Yeah. When I was 13, 14 years old, I started with it, and then when I was 18, I stopped cycling.
Okay, But okay. I was, Thanks a lot. I was searching for the safe place. I found here is safe. That's why I'm saying here. well, it's safe here. It's Yeah. safe here. Thanks a lot. Okay, well, no thanks. Okay. Happy stay. Okay. Thank you. Bye. Bye. അപ്പോൾ പുള്ളിയുടെ വീടാണത്. ഇനി പ്രശ്നമില്ല, ഇനി നോ ഇഷ്യൂസ്. പുള്ളിക്ക് വലിയൊരു ഡോഗും ഉണ്ട്. ആ ഡോഗിന് എന്നെ തീരെ പിടിച്ചിട്ടില്ല, അല്ലെങ്കിലും നായ്ക്കൾക്ക് എന്നെ പിടിക്കാറില്ല. അവർക്ക് അതുപോലെ കോഫി വേണമെന്ന് വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കോഫി എടുക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പം ഇപ്പം വരും. പുള്ളി അത് എനിക്കൊരു കോഫിയൊക്കെ ആയിട്ട് വരുന്ന I forgot to ask, do you want milk or sugar? It's only It's okay, it's okay. It's okay? Perfect. Okay. Thank you so much. നല്ല ബ്ലാക്ക് കോഫിയാണ്, ഷുഗറും ഇല്ല, മിൽക്കും ഇല്ല. ഇത് കഷായം കുടിക്കും പോലെ കുടിക്കണം. ഇപ്പോൾ അടിപൊളി. അപ്പോൾ ഏകദേശം ഇരുടാവാറായിട്ടുണ്ട്. ക്യാമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇതാ കിടന്നുറങ്ങാനുള്ള പരിപാടിയിൽ. കിടന്നുറങ്ങുന്നതിന് മുന്നേ കുറേ പണികളുണ്ട്, എഡിറ്റ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാം. 2 ലോക്കൊക്കെ ഇട്ടിട്ട് സൈക്കിള് പൂട്ടിയിട്ടുണ്ട്. അത് ഞാനെങ്ങനെ സാധാരണ ചെയ്യാറ് വെച്ചാൽ മരമായിട്ട് 2 ലോക്കിട്ട് പൂട്ടും. എന്നിട്ട് ടെൻറ്റ് മാക്സിമം സൈക്കിളിനോട് അടുപ്പിച്ച് വെക്കും. മാക്സിമം ടെൻറ്റുമേലേക്ക് തട്ടിച്ചുകൊണ്ട് മാക്സിമം അടുപ്പിച്ച് വെക്കും. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് സൈക്കിൾ കൂടെ ഉണ്ടോ എന്ന് തപ്പി നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ടെൻറ്റ് തുറന്ന് നോക്കണ്ടല്ലോ, തപ്പി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ടെൻറ്റ് നമ്മളടുത്ത് തന്നെ സൈക്കിൾ നമ്മളടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മെല്ലെ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറട്ടെ. ടെൻറ്റ് കഴിഞ്ഞ ദിവസം മഴയത്ത് നനഞ്ഞിട്ട് ഉണക്കാനിടാൻ മറന്നു, ഒരു വൃത്തികെട്ട മണം. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.